നമസ്കാരം. സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നുവെന്ന് ആശുപത്രി അധികൃതർ. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ മൃദംഗനാദം പരിപാടിയിൽ സംഭവിച്ചത് അടിമുടി സുരക്ഷാ വീഴ്ചകളാണ് ഇന്ന് വ്യക്തമാവുകയാണ്. അക്കാര്യങ്ങൾ വേദിയിൽ ഉറപ്പാക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്ന് പോലീസും ഫയർഫോഴ്സും കണ്ടെത്തിയിട്ടുണ്ട്. സംഘാടകരും സംവിധാനങ്ങളും ഒരുപോലെ വീഴ്ച വരുത്തി എന്നുള്ളത് വ്യക്തമാണ്. ആരുടെ ഉത്തരവാദിത്വം എന്ന സുപ്രധാനമായ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ബിനിലും റിയയും എങ്ങനെ ഈ വീഴ്ച സംഭവിച്ചു, ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് വിശദീകരിക്കും. ഒപ്പം കോൺഗ്രസ് നേതാവ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഉണ്ട്. അതുപോലെ തന്നെ ബിജി ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കളിൽ ഒരാൾ, ആകെ രക്ഷിതാക്കളെ പ്രതിനിധീകരിച്ച് ബിജി പങ്കെടുക്കും. ഒപ്പം അഡ്വക്കേറ്റ് ബൈജു നോയൽ, അഭിഭാഷകൻ, അദ്ദേഹവും പങ്കെടുക്കും. ആദ്യം നമ്മുടെ പ്രതിനിധികളിലേക്കാണ്. ബിനിൽ, 24 നിബന്ധനകളോടുകൂടിയാണ് GCDA ഈ പരിപാടിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ രണ്ടാമത്തെ നിബന്ധന തന്നെ കോർപ്പറേഷന്റെയും ഫയർഫോഴ്സിന്റെയും മുൻകൂർ അനുമതി വേണം എന്നുള്ളതായിരുന്നു. എല്ലാ അനുമതികളും ലഭ്യമാക്കണമെന്നാണ് 22ാമത്തെ നിബന്ധന. സൈറ്റ് എഞ്ചിനീയറുടെയും സെക്യൂരിറ്റിയുടെയും നിർദ്ദേശം പാലിക്കണമെന്നുള്ളതാണ് 21ാമത്തെ നിബന്ധന. അങ്ങനെ 24 നിബന്ധനകൾ അടങ്ങിയ ഒരു അനുമതിയാണ് ഈ കാര്യത്തിൽ GCDA ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് നൽകിയത്. ഇവയൊക്കെ കൃത്യമായി പാലിച്ചിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നോ? അഭിലാഷ, ഇതൊക്കെ കൃത്യമായി പാലിച്ചിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആ സ്റ്റേജ് കാണുമ്പോൾ അത് ഏത് നിമിഷവും അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണെന്ന് മനസ്സിലാകുന്നതാണ്. കാരണം ആ സ്റ്റേജിന്റെ ഒരു വീതി എന്നത് ഏതാണ്ട് ഒരു 2.5 മീറ്റർ മാത്രമാണ്. 2.5 മീറ്റർ വീതിയുള്ള ഒരു സ്റ്റേജിലാണ് 2 നിരയായി കസേരകൾ ഇട്ടിരുന്നത് എന്നതാണ് ഇതിന്റെ അപകടം ക്ഷണിച്ചു വരുത്തിയെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം ഈ 1ാമത്തെ നിര കഴിഞ്ഞാൽ പിന്നെ കാലെടുത്ത് മുന്നോട്ട് വയ്ക്കാനുള്ള സ്ഥലം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഉമാ തോമസ് MLAക്ക് സംഭവിച്ചത് ആ ഇരുന്ന കസേരയിൽ നിന്നൊന്ന് എഴുന്നേൽക്കുക മാത്രമാണ് അവർ ചെയ്തത്. അതിനിടയിൽ ബാലൻസ് തെറ്റി കയറി പിടിച്ചത് റിബണിലായിപ്പോയി. അതായത് അവർക്ക് മുന്നിലുണ്ടായിരുന്ന ആകെ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഒരു റിബൺ കെട്ടിയിരുന്നത് മാത്രമാണ്. ആ റിബണിലേക്ക് കയറി പിടിച്ചു, നേരെ താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. അതായത് മന്ത്രി സജി ചെറിയാന്റെ അടക്കമുള്ള ആ VIP-കളുടെ കണ്ണിന്റെ മുന്നിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. അവർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഒറ്റ നോട്ടത്തിൽ ആരും ഈ സ്റ്റേജിന് അനുമതി നൽകില്ല. കാരണം അത്രയും നിരുത്തരവാദപരമായിട്ട് തന്നെയാണ് അവർ ആ സ്റ്റേജ് നിർമ്മിച്ചതെന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം അവിടെ സംഭവിച്ചത് ഈ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ സീറ്റിംഗ് ഒക്കെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മൾ ഫുട്ബോൾ മത്സരവും ക്രിക്കറ്റ് മത്സരവും ഒക്കെ അവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഈ കസേരകൾക്ക് മുന്നിലൊരു സ്റ്റീൽ ബാരിക്കേഡിങ് അവിടെ സ്വാഭാവികമായി തന്നെയുണ്ട്. കാരണം നമ്മൾ ഈ മൈതാനത്തിലേക്കൊക്കെ ചാടി ഇറങ്ങാതിരിക്കാനുള്ള ബാരിക്കേഡിങ് സംവിധാനമുണ്ട്. ആ ബാരിക്കേഡിങ് സംവിധാനത്തിന്റെ മുകൾ നിലയിൽ തട്ടടിച്ചാണ് ഇവർ ഈ പുതിയ ഈ സ്റ്റേജ് കെട്ടിയത്. അതായത് തൊട്ടു മുന്നിൽ ഒന്നുമില്ല. അതായത് നമ്മൾ ഈ കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒന്ന് കാലിടറിയാൽ നമ്മൾ താഴെ വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു. അതാണ് ഉമാ തോമസിന് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ അനുമതികളൊന്നും ഉണ്ടാകാതിരുന്നത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസും പറയുന്നത്. പോലീസിന്റെ ഭാഗത്തും ആ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസ് പറയുന്നത് ഒരു സ്വകാര്യ പരിപാടിയായിരുന്നു. ആ സ്വകാര്യ പരിപാടിക്ക് അവർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ബന്ദോബസ്തൊക്കെ അവിടെ ചെയ്തു നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം പോലീസുകാരെ അവിടെ നിയോഗിച്ചിരുന്നു. ആ സ്റ്റേഡിയത്തിന് പുറത്ത് വാഹനങ്ങൾ ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ആ സ്റ്റേഡിയത്തിനുള്ളിലെ ആ താൽക്കാലിക സ്റ്റേജ് തന്നെയാണ് ഈ ദുരന്തം ക്ഷണിച്ചു വരുത്തിയതെന്ന് നമുക്ക് പറയേണ്ടി വരും. അവിടെ ഒരു മുൻകരുതലും ഉണ്ടായിരുന്നില്ല. ഒരു കൊച്ചുകുട്ടിക്ക് നോക്കിയാൽ പോലും ആ സ്റ്റേജിനൊരു കുഴപ്പം കാണാൻ കഴിയും. ആ സ്റ്റേജിലേക്ക് ഈ അപകടത്തിന് ശേഷം നമ്മളോട് ഈ സ്റ്റേജുമായി ബന്ധപ്പെട്ട ആ വേദിയിലിരുന്ന ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞത് ആ സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കുലുക്കം അനുഭവപ്പെടുമെന്നുള്ളതാണ്. അത്രയും നിരുത്തരവാദപരമായിട്ടാണ് ആ സ്റ്റേജ് നിർമ്മിച്ചതെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് പോലീസ് ആ കേസെടുത്ത് കൃത്യമായ നടപടിയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. പക്ഷേ GCDAക്ക് ഇതിൽ നിന്ന് കൈ കഴുകി പോകാൻ കഴിയില്ല. കാരണം അവർ ഈ ഇവന്റ് മാനേജ്മെന്റ് ടീമും അതോടൊപ്പം തന്നെ ഇതിന്റെ സംഘാടകരുമായി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നു. ആ കോൺട്രാക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടില്ല എങ്കിൽ അതിന് മറുപടി പറയേണ്ടത് GCDA കൂടിയാണ്. കാരണം GCDAക്ക് എഞ്ചിനീയറിംഗ് സംവിധാനമുണ്ട്. ആ GCDAയുടെ എഞ്ചിനീയറിംഗ് സംവിധാനം വളരെ വിപുലമായ സംവിധാനമാണ്. ഏതാണ്ട് ഒരു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 12ഓളം അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, അത്രയും വലിയ ബൃഹത്തായ ഒരു എഞ്ചിനീയറിംഗ് സംവിധാനം GCDAക്ക് തന്നെയുണ്ട്. പക്ഷേ അവരാരും ഈ പിശക് കണ്ടില്ല.
ഈ അപകടകരമായ രീതിയിലുള്ള ഈ നിർമ്മാണ പ്രവൃത്തി കണ്ടില്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. തീർച്ചയായും ക്ഷണിച്ചു വരുത്തിയ ദുരന്തം എന്ന് ഒരു അർത്ഥശങ്കയും ഇല്ലാത്ത നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇന്നലെ കൊച്ചിയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ റിയയിലേക്കും വരാം. റിയ അവിടെ ഇന്നലെ അപകടം ഉണ്ടായത് മുതൽ കാര്യങ്ങൾ കൃത്യമായി കണ്ടറിഞ്ഞ ആളാണ്. അതിനു മുൻപ് ശ്രീമതി ബിജി ഉണ്ട്, ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരു കുട്ടിയുടെ രക്ഷിതാവാണ്. ബിജി, ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയിൽ നിന്നും, അതായത് ഓരോ നർത്തകിയിൽ നിന്നും പണം ഈടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്ന് 3500 പിന്നെ ഒരു 1600 വാങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലർ 5000 പിന്നെ 1000 വാങ്ങി എന്ന് പറയുന്നു. ഇതുകൂടാതെ ടിക്കറ്റും ഉണ്ട്. അപ്പോൾ 12000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഇതുപോലെ ഒരു നൃത്ത പരിപാടിയിൽ രജിസ്ട്രേഷൻ ഫീസായും മറ്റുമൊക്കെ ഇത്രയധികം പണം വാങ്ങുക, ഒപ്പം മറ്റ് കാണികളിൽ നിന്നുള്ള പണവും വാങ്ങുക എന്ന് പറയുമ്പോൾ ഇതിന്റെ സംഘാടകർക്ക് ലഭിക്കുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. കൃത്യമായി എന്ത് പറഞ്ഞാണ് നിങ്ങളിൽ നിന്ന് പണം വാങ്ങിയത്? നമ്മളോട് ഈ പരിപാടി ഒരു 6 മാസം മുമ്പാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നൃത്തവിദ്യാലയം ഈ പരിപാടി പറയുന്നത് ഒരു 6 മാസം മുമ്പാണ്. 6 മാസം മുമ്പ് ഈ പരിപാടി പറയുമ്പോൾ 2000 രൂപയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്നാണ് പറഞ്ഞത്. അതായത് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് തമിഴ്നാടിൻ്റെ റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ട് കേരളം ഒരു റെക്കോർഡ് കരസ്ഥമാക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. നൃത്തവിദ്യാലയങ്ങളിലെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് 12000 കുട്ടികൾ, ശരിക്കും അന്ന് വെന്യൂ സ്റ്റേഡിയം ആണെന്ന് പറഞ്ഞിരുന്നില്ല, പക്ഷെ നമുക്ക് ഊഹിക്കാമായിരുന്നു എറണാകുളത്താണെങ്കിൽ അത് സ്റ്റേഡിയം ആയിരിക്കാം എന്നുള്ളത്, ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളേണ്ടതുകൊണ്ട്. അപ്പോൾ ഈ കുട്ടികളെ 2000 രൂപ കൊടുക്കുന്നു. 2000 രൂപ കൊടുത്തുകൊണ്ട് ആദ്യം 2 വീഡിയോയാണ് ഇവർ പെർഫോം ചെയ്യേണ്ടതായിട്ട് പറഞ്ഞിരുന്നത്. അതിലെ ആദ്യത്തെ വീഡിയോ ഗ്രാജുവലി ഒരു 2-3 മാസം മുമ്പ് ഒഴിവാക്കിക്കൊണ്ട് ദിവ്യ ഉണ്ണിയുടെ മാത്രം വീഡിയോ കോറിയോഗ്രഫിയിലേക്ക് കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 8 മിനിറ്റത്തേക്ക് ഇതിൻ്റെ സമയം നിജപ്പെടുത്തുകയായിരുന്നു. 8 മിനിറ്റ് കുട്ടികൾ പെർഫോം ചെയ്യണം. സ്വാഭാവികമായും കേരളം പോലൊരു സ്ഥലത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫയലിങ്ങിൻ്റെ കാര്യത്തിലായാലും GSTയുടെ കാര്യത്തിലായാലും വളരെയേറെ കർശന നിയമങ്ങളും നടപടികളുമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരു കടലാസ് കമ്പനിക്ക് ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്താൻ പറ്റുമോ എന്നുള്ളത് എന്നെ ഇന്നലെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അതാണ്. രണ്ടാമത് ഇത്രയധികം പണം, അതായത് 2 ഘട്ടമായി ഇവർ വാങ്ങിയത് 3600 രൂപയാണ്. ഒരിക്കൽ 2000-ഉം പിന്നീട് 1600-ഉം വാങ്ങിയിട്ടുണ്ട് കുട്ടികളോട്. പല പണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. നേരത്തെ ഒരു രക്ഷിതാവ് പറഞ്ഞത് അവരുടെ 2 കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവർ 5000-ഉം പിന്നെ 1000-ഉം മൊത്തം 12000 രൂപ 2 കുട്ടികൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓരോ ആളുകളിൽ നിന്ന് ഓരോ പണം, ഓരോ തുകയാണ് വാങ്ങിയിരിക്കുന്നത്. ഓരോ തുകയാണ് വാങ്ങിയത്. അപ്പോൾ ഈ 2000-ഉം 1600-ഉം കൊടുത്തതിന് ശേഷം അവരൊരു ഒഫീഷ്യൽ ഈ കുട്ടി അതിനകത്ത് എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നമ്മളോട് അവർക്ക് ഒരു QR കോഡ്, ഈ QR കോഡ് പോലും നമുക്ക് അയച്ചു തന്നിട്ട് നമ്മളത് പ്രിൻ്റ് എടുത്താണ് കുട്ടികൾക്ക്, നമ്മൾ ഈ പരിപാടിയുടെ തലേദിവസം പോയി പ്രിൻ്റ് എടുത്ത് അതിനെ ലാമിനേറ്റ് ചെയ്താണ് കുട്ടിയെ കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴൊന്നും ഒരു സംശയത്തിൻ്റെ കണികയൊന്നും നമുക്കില്ല. ഇതൊരു കടലാസ് കമ്പനി നടത്തുന്നതാണോ, ഇതിൽ പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും തോന്നിയിരുന്നില്ല. ആക്ച്വലി ഇത് ഇങ്ങനൊരു ഇത് അവർ നമുക്ക് തന്നിരുന്നു. അതായത് ഈ കുട്ടികളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് അവർ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മൃദംഗ വിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരിത് തന്നിരുന്നു. ഇതിനകത്ത് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പറയുന്നുണ്ട്. ആക്ച്വലി ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അവർ പറയുന്നത് 3500 രൂപ ഇൻക്ലൂഡിങ് GST ഗ്രൂപ്പായി പങ്കെടുക്കുന്ന കുട്ടികൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ വ്യക്തിപരമായ ഒരു കുട്ടിക്ക് ഇതിനകത്ത് പങ്കെടുക്കണമെങ്കിൽ 4500 രൂപയും കൊടുക്കണം. ഇനി നമ്മളൊരു കാര്യം പറയാണ്, 12000 കുട്ടികളെന്നുള്ളത് നമ്മൾക്ക് കിട്ടിയ അറിയിപ്പാണ്. ഇതിലധികം കുട്ടികൾ അവിടെ പങ്കെടുത്തിരുന്നോ എന്ന് പോലും നമ്മൾക്കറിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഏകദേശം 5 കോടിയിലധികമാണ് ഇവർ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ ഈ ഫണ്ട് ഇവരിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഇന്നലെ ഈ പരിപാടി എൻ്റെ മകള് പങ്കെടുക്കുന്നു. ഞാൻ കലൂർ സ്റ്റേഡിയം അല്ലേ, എൻ്റെ ഒരു കടമുറി അതിനകത്തുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഒരു ആശങ്കയില്ലെങ്കിൽ പോലും ഈ പരിപാടിയുടെ ഒരു സ്ഥിതി അറിയാൻ വേണ്ടി ലൈവ് ന്യൂസ് വെക്കുന്ന സമയത്താണ് ഈ ഉമ്മച്ചേച്ചിയുടെ പരിക്കിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ആശങ്കപ്പെട്ടുകൊണ്ട് ഞാൻ ഇതിൻ്റെ അധ്യാപികയുടെ ഭർത്താവിനെ വിളിക്കുന്നു. അവർ എനിക്കൊരു ലിങ്ക് അയച്ചു തരുന്നു. ആ ലിങ്കിലാണ് മൃദംഗ വിഷൻ എന്നുള്ള മെൻഷൻ ചെയ്ത പേര് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട്
ഈ ഉമ്മച്ചേച്ചിക്ക് പറ്റിയിട്ടുള്ള പരിക്കിനെ പോലും മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷം ഇവർ നടത്തിയപ്പോൾ വ്യക്തിപരമായ രോക്ഷം നമുക്കുണ്ടാകും. നമ്മുടെ മണ്ഡലം പ്രതിനിധീകരിക്കുന്ന MLA ആണ്, വ്യക്തിപരമായ അടുപ്പമുള്ള ആളാണ്, കുട്ടികളോട് വളരെ വാത്സല്യത്തോടെ പെരുമാറുന്ന MLA ആണ്. വളരെ സങ്കടത്തോടുകൂടി നോക്കുമ്പോൾ ഇവർ വളരെ അഭിമാനപൂർവ്വം കാണിക്കുന്ന ഈ ഗിന്നസ് റെക്കോർഡിലുള്ള പേര് ഷമീർ അബ്ദുൾ റഹീം ആണെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് എന്താണ് ഇവര് വാഗ്ദാനം ചെയ്തത്? പങ്കെടുക്കുന്ന ഓരോ ആൾക്കും ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് തരുമെന്നാണോ? അങ്ങനെ ചില ആളുകൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ സാധ്യമല്ലല്ലോ. ഒരു ഇവന്റ് ഈ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇവന്റ് നടത്തുന്ന ആളുകൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളതല്ലാതെ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പന്റിനും എന്തായാലും ഗിന്നസ് ബുക്കിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ലല്ലോ. കുട്ടികളെ സ്റ്റേജിൽ വിളിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്നാണ് പറഞ്ഞത്. കുട്ടികളെ സ്റ്റേജിൽ വിളിച്ച് ശരി, ഇനി അതിന്റെ പ്രതിനിധികളെയും വിളിച്ച് കൊടുക്കും എന്നായിരിക്കാം അവർ പറഞ്ഞത്. പക്ഷേ ഇവിടെ വൈരുദ്ധ്യങ്ങൾ ഒരുപാടുണ്ട്. പരിശോധിച്ച് വരുമ്പോൾ ഇത് കേരളമാണല്ലോ, ഇവിടെ ഒരു കമ്പനിക്ക് നിയമങ്ങളില്ലേ, ROC രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, ബിസിനസ് കമൻസ്മെന്റ് ഉണ്ട്, ഒരുപാട് നിയമങ്ങൾ ഒരു കമ്പനി ഇവിടെ നിലനിൽക്കണമെങ്കിലുണ്ട്, കൃത്യമായ ഫയലിംഗ് ഉണ്ട്. ഇവർ കൊടുത്തിരിക്കുന്ന, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുത്തവർക്കല്ലാതെ ഈ പറയുന്ന നൃത്ത വിദ്യാലയങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതിൽ പോലും ഒരു GST വാങ്ങിയതായിട്ടുള്ള റെസിപ്റ്റ് ഇല്ല എന്നുള്ളത് ആണ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, താങ്കൾ ആ സ്റ്റേഡിയം ഉൾക്കൊള്ളുന്ന ഭാഗത്തെ കൗൺസിലർ കൂടിയാണ്. എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര മത്സരങ്ങളടക്കം നിരവധി വലിയ ബിഗ് ഇവന്റ്സ് നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ISL നടക്കുന്നതാണ്. 60,000-ലധികം ആളുകൾ അറ്റ് എ ടൈം ആ സ്റ്റേഡിയത്തിനകത്ത് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള വലിയൊരു സെക്യൂരിറ്റി ബ്രീച്ച് അവിടെ ഉണ്ടായി. ഇത് അനാസ്ഥ കൊണ്ടുണ്ടായ ഒരു അപകടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രയധികം വയലേഷൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതെല്ലാം ഇപ്പോൾ ഈ GCDAയുമായി കരാർ ഒപ്പിട്ട ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ തലയിൽ വെച്ച് GCDAക്ക് ഒഴിയാൻ പറ്റുമോ? കാരണം GCDA ചെയർമാൻ ആ വേദിയിലുണ്ടായിരുന്നു, പോലീസ് കമ്മീഷണർ ആ വേദിയിലുണ്ടായിരുന്നു, ADGP ആ വേദിയിലുണ്ടായിരുന്നു. ഈ വയലേഷനൊക്കെ ഇവരുടെ കണ്ണിന്റെ മുമ്പിലാണ്, മൂക്കിന്റെ താഴെയാണ് നടന്നത്. മന്ത്രി ആ വേദിയിലുണ്ട്. ആ വേദിയിൽ വെച്ചിട്ടാണ് MLA ഈ തരത്തിൽ അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണെന്ന് പറയുന്നു. അവർക്ക് മാത്രമായി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അഭിലാഷ് പറഞ്ഞതുപോലെ നിരവധി ഇവൻറ്റുകൾ നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ഇപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പൊതുവായി എടുത്തിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്, റൂൾസ് ഉണ്ട്. അതിനനുസരിച്ചാണ് അത്തരം കളികളാണെങ്കിലും ഇവൻറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ എക്സിബിഷൻസ് ആണെങ്കിലും സ്റ്റേഡിയത്തിൻ്റെ 2 വശത്തും എക്സിബിഷൻസ് നടക്കാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നടക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയും പ്രധാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ VVIPകൾ വന്നിരിക്കുന്ന ഒരു വേദിയായിരുന്നു ഇത്. അപ്പോൾ മന്ത്രിയുടെ വരവ് പോലും യഥാർത്ഥത്തിൽ അവസാനം തീരുമാനിച്ചതാണോ എന്നുള്ള ഒരു സംശയം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ മന്ത്രി ഉൾപ്പെടെ വരുന്ന ഒരു വേദിയിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എല്ലാ അർത്ഥത്തിലുമുള്ള സെക്യൂരിറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആ സ്റ്റേജിൽ മാത്രമല്ല, ആ സ്റ്റേഡിയത്തിൽ ഒന്നടങ്കം. കാരണം ഇപ്പോൾ ഒരു രക്ഷിതാവാണ് ഇവിടെ സംസാരിച്ചത്. കുട്ടികൾ, ധാരാളം പെൺകുട്ടികൾ ഉൾപ്പെടെ വരുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു അവിടെ നടന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഇവൻ്റ് അവിടെ നടക്കുന്നതിനെ ഒന്നും നമ്മൾ തെറ്റു പറയുന്നില്ല. ഒരു നഗരമാണ്, അത്തരത്തിലുള്ള ഇവൻറ്റുകളൊക്കെ നടക്കണം, അതിലൊന്നും ഒരു തെറ്റു പറയുന്നില്ല. പക്ഷേ ഇവിടെ പാലിക്കേണ്ടതായിട്ടുള്ള നിരവധിയായ നിയമങ്ങളുണ്ടായിരുന്നു, വ്യവസ്ഥകളുണ്ടായിരുന്നു. ആ വ്യവസ്ഥകളൊന്നും തന്നെ ഈ ഇവൻ്റ് നടത്തുന്ന ആളുകൾ പാലിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന മൃദംഗം വിഷൻ എന്ന് പറയുന്ന ഈ കമ്പനി എന്നതിനെ പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ അറിയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിന് ശരിയായ രീതിയിലുള്ള ഒരു രജിസ്ട്രേഷൻ ഉള്ള ഒരു സംവിധാനമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഒരു കോഴിക്കോട് ഒരു കടമുറിയിലാണ് നടത്തുന്നതെന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഇവൻറ്റ് ഇവിടെ നടത്താൻ ഒരാൾ വരുന്നു. ഇപ്പോൾ GCDA സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അവർ കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവാണ് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ ഈ 24 റൂൾസ് എന്ന് പറയുന്നത്. ആ 24 റൂൾസ് പാലിക്കപ്പെട്ടു വേണം യഥാർത്ഥത്തിൽ GCDA സ്റ്റേഡിയത്തിൽ ഒരു ഇവൻറ്റ് നടക്കുവാൻ. അത് ഏത് തരത്തിലുള്ള ഇവൻ്റ് ആണെങ്കിലും ഈ 24 വ്യവസ്ഥകളാണ് GCDA കൊടുക്കുന്നത്. ആ 24 വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വ്യവസ്ഥകൾ തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല.
ഇവിടെ ഇപ്പോൾ പണത്തിൻ്റെ കണക്കൊക്കെ രക്ഷിതാവ് സംസാരിക്കുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ ഇവർ 9 ലക്ഷം രൂപ GCDAക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ആയിട്ട് 5 ലക്ഷം രൂപ കൊടുക്കണം. ഇതാണ് ഈ ഇവന്റ്, ഈ കമ്പനി ഇത് നടത്തുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു GCDAക്ക് കൊടുക്കുന്ന ഒരു തുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അവർ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൊച്ചി നഗരസഭയുടെ അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ താങ്കൾ പറഞ്ഞ ആ 24 റൂൾസിൽ 3-ാമത്തേതാണ് ഞാൻ വായിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ, ഫയർഫോഴ്സ് തുടങ്ങിയ അധികൃതരിൽ നിന്നും മുൻകൂർ അനുമതി ലഭ്യമാക്കിയ ശേഷം മാത്രമേ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊച്ചി നഗരസഭയുടെ അനുവാദം വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഇവിടുത്തെ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം, ഞാൻ ആ അന്വേഷണം നടത്തി. ഇവിടെ എടപ്പള്ളി ഓഫീസിലാണ്, എടപ്പള്ളി കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസിൽ നിന്നാണ് ആ അനുമതി ലഭിക്കേണ്ടത്. അവിടെ അത്തരത്തിലുള്ള ഒരു അനുമതിക്കായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു അനുമതി ലഭ്യമായിട്ടില്ല. ഫയർഫോഴ്സിൻ്റെ കാര്യത്തിൽ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തതയില്ല. പക്ഷേ കോർപ്പറേഷൻ കൊടുക്കേണ്ട താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഒരു ബിൽറ്റപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പോലെയുള്ള ഒരു കാര്യത്തിനുള്ള അനുമതി, കോർപ്പറേഷൻ്റെ അനുമതി വേണം എന്നുള്ളത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ആദ്യത്തെ വീഴ്ച വന്നിരിക്കുന്നത്. ഇവിടെ MLAക്ക് പറ്റിയ പരിക്ക്, ഗുരുതരാവസ്ഥ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ സ്റ്റേജാണ്. ഇവിടെ നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ ഒരാൾക്ക് നടന്നു പോകുവാനുള്ള ഗ്യാപ്പില്ല, ഒരാൾക്ക് നടന്നു പോകുവാൻ പോലും ഗ്യാപ്പില്ലാത്ത തരത്തിൽ ബാരിക്കേഡ് ഇല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേഡിയത്തിന് ഒരു ബാരിക്കേഡുണ്ട്, ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ബാരിക്കേഡുണ്ട്. ആ ബാരിക്കേഡിനുള്ളിലാണ് യഥാർത്ഥത്തിൽ ആളുകൾ ഇരിക്കുന്നത്. ആ ബാരിക്കേഡ് എപ്പോഴും നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ ബാരിക്കേഡിന് മുകളിലാണ് ഈ സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റേജിന് യഥാർത്ഥത്തിൽ അവിടെ ആളുകളെ ഇരുത്തണമെങ്കിൽ ഏറ്റവും ബലമുള്ള ശക്തമായിട്ടുള്ള മറ്റൊരു സംവിധാനത്തിലുള്ള ഒരു ബാരിക്കേഡ് ഉണ്ടാകണം. അതിന് പകരം അവിടെ റിബൺ ബാരിക്കേഡാണ് വെച്ചിരിക്കുന്നത്. ക്യൂ നിൽക്കാൻ വേണ്ടി എയർപോർട്ടിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള ക്യൂ നിൽക്കാനുള്ള ഒരു റിബൺ ബാരിക്കേഡാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് ഏറ്റവും വലിയ അതിൽ പിടിച്ചു എന്നുള്ളത് കൊണ്ടാണ് MLA താഴേക്ക് വീണപ്പോൾ അതിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടി താഴേക്ക് വീഴുന്നത്. അതിൽ ബലമില്ല എന്നുള്ളത് കൊണ്ട്, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഈ സ്റ്റേജ്, അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് ഒറ്റ വരി പോലും കൃത്യമായിട്ട് ഇടാൻ കഴിയാത്ത സ്ഥലമുള്ള ഒരു സ്ഥലത്ത് 2 വരി ഇടുകയാണ്. അവിടെ ഇരിക്കുന്നത് മന്ത്രിമാർ, MLAമാർ, അവിടുത്തെ പ്രധാനപ്പെട്ട GCDA ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വേദിയിലിരിക്കുന്നു. ADGP ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട്. എന്നാൽ ആവശ്യത്തിനുള്ള പോലീസിനെ അവിടെ കണ്ടില്ല, ആവശ്യത്തിനുള്ള സെക്യൂരിറ്റി സിസ്റ്റം അവിടെ കണ്ടില്ല. അപ്പോൾ ഈ വേദി എന്ന് പറയുന്നത്, ഈ സ്റ്റേജ്, താൽക്കാലികമായി ഉണ്ടാക്കിയ സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ഈ നിയമങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, സ്റ്റേഡിയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്റ്റേഡിയം ഉപയോഗിക്കുന്നതിന് മുൻപ് ഞാനൊരു പോയിന്റ് പറഞ്ഞോട്ടെ. സ്റ്റേഡിയം ഉപയോഗിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയറെ അറിയിക്കേണ്ടതാണ്. ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയറെ അറിയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഇതിന്റെ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ സൈറ്റ് എഞ്ചിനീയർ ഈ സ്റ്റേജ് വന്ന് നോക്കിയിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റേജ് വന്ന് ആ സൈറ്റ് എഞ്ചിനീയർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ VVIPകളെ പിടിച്ചിരുത്താൻ നോക്കില്ലല്ലോ. അപ്പോൾ ആ മോണിറ്ററിംഗ് സിസ്റ്റം അവിടെ ഉണ്ടായിട്ടും അത് ശരിയായ രീതിയിൽ മോണിറ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയറുടെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും നിർദ്ദേശം കർശനമായി പാലിക്കേണ്ടതാണ്. ആ കർശനമായി ഓരോന്നായി നമുക്കത് പരിശോധിക്കേണ്ടതുണ്ട്. റിയ ഇന്നലെ മുതൽ അവിടെ ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ട ആളാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചിട്ടില്ല, അത് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം 2 സ്റ്റേജുകൾ നിർമ്മിച്ചു. ഒരെണ്ണം മാധ്യമ പ്രവർത്തകർക്ക് നിൽക്കാനും ക്യാമറകൾ വെക്കാനും, മറ്റൊന്ന് അതിഥികൾക്ക് ഇരിക്കാനും. ഞാൻ മനസ്സിലാക്കുന്നത് അവസാന നിമിഷമാണ് മൈതാനത്ത് നിന്ന് സ്റ്റേജിലേക്ക് ഈ പ്രോഗ്രാം മാറ്റുന്നത് എന്നാണ്. ആ സ്റ്റേജ് ക്രൗഡഡ് ആയിരുന്നു. അവിടെ കസേര ഇട്ടത് ഒരു തരത്തിൽ ഒരാൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിലുമായിരുന്നു. അങ്ങനെ ക്ഷണിച്ചു വരുത്തിയ അപകടമെന്ന് 100% പറയാൻ കഴിയുന്ന ഒരു അപകടമാണ് ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരുക്കുപറ്റുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഒന്നാം പ്രതി ആരാണ്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു സാഹചര്യം പെട്ടെന്നുണ്ടായ ഒരു അപകടമല്ല. കൃത്യമായി തന്നെ ഇത് നടപ്പിലാക്കിയ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മൂലം, ആ വീഴ്ച കൃത്യമായി കണ്ടതിൽ നടപടിയെടുക്കാത്ത GCDAയുടെ അടക്കം ഉദ്യോഗസ്ഥരുടെ
കൃത്യമായി ഇടപെടലില്ലാത്തത് മൂലമുണ്ടായ അപകടമെന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നതാണ് അവിടെ സംഭവിച്ചത്. അതിന് കാരണമുണ്ട്. കാരണം ഈ സ്റ്റേജ് താൽക്കാലികമായി ഇവർ അവിടെ കെട്ടിപ്പൊക്കിയത് GCDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തിയപ്പോൾ കണ്ടതാണ്. അവർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേജ് കെട്ടുന്നു, അതിന് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സംഘാടകർ നൽകിയ മറുപടി ഇതൊരു ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി മാത്രം ക്രമീകരിച്ചിട്ടുള്ള താൽക്കാലിക ഇടമാണെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു തടസ്സവാദവും ഉന്നയിക്കാതെ ആ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. ഒരു ഉദ്ഘാടന ചടങ്ങ് അവിടെ നടത്താനുണ്ട് എന്ന് സംഘാടകർ പറയുമ്പോൾ ആ ചടങ്ങിലേക്ക് അവിടെ ക്ഷണിക്കപ്പെട്ട മുഴുവൻ ആളുകളും എത്തുമെന്ന് സ്വാഭാവികമായും ഏതൊരാൾക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് അത് കൃത്യമായി തടയാൻ GCDA അധികൃതർ അന്ന് ശ്രമിച്ചില്ല? അതായത് തലേ ദിവസം പരിപാടി നടക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം അന്ന് രാവിലെയാണ് ഇവർ പരിശോധന നടത്തിയത്. അന്ന് ശ്രമിച്ചില്ല എന്നത് ഉയരുന്ന ചോദ്യം. അത് വലിയ വീഴ്ചയാണ്. അത് GCDA ഇനി സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ അതാണ് അവിടെ സംഭവിച്ചത്. ഗ്രൗണ്ടിൽ നടത്തേണ്ടിയിരുന്ന ഒരു ഉദ്ഘാടന പരിപാടി അവസാന നിമിഷം സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന സംഘാടകർക്ക് അതിനൊരു സാഹചര്യം അവിടെ ഇല്ല, സൗകര്യമില്ല എന്ന് തിരിച്ചറിയാൻ തക്ക ഒരു ബോധമോ ചിന്തയോ ഉണ്ടായില്ലേ എന്നതാണ് ഉയർന്ന മറ്റൊരു ചോദ്യം. അവർ ന്യായീകരിച്ചത് ഞങ്ങൾ പുറകിലൂടെ കടന്നു വരാൻ സ്ഥലം ഇട്ടിരുന്നു എന്നുള്ളതാണ്. ഏതൊരു സ്റ്റേജിലേക്കും കയറുന്ന ആൾ പുറകിലൂടെ മാത്രമാണ് ഒരു സ്റ്റേജിലേക്ക് കയറുക. ഉമാ തോമസ് MLA സ്റ്റേജിൽ കയറി കസേരയിൽ ഇരുന്നു. അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ മുന്നിലുള്ള വഴിയിലൂടെ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെ മുമ്പോട്ട് നടന്നപ്പോൾ കാല് ഒന്ന് മുൻപോട്ട് വെച്ചപ്പോൾ അത് സ്റ്റേജിന് പുറത്തേക്കെന്ന് പറഞ്ഞപ്പോൾ 14 അടി താഴ്ചയുള്ള നിലത്തേക്ക് അവർ വന്ന് പതിക്കുകയായിരുന്നു. ഒരു ക്യൂ മാനേജർ വെച്ചിട്ടാണോ ഒരു സ്റ്റേഡിയത്തിൽ ബാരിക്കേഡ് വെക്കേണ്ടതെന്നാണ് അവിടെ ഉയർന്ന ചോദ്യം. അതൊരു വീഴ്ചയായ സംഘാടകർ ആ നിമിഷം പോലും കണ്ടിട്ടില്ല. അത് ആകെ അവർക്ക് സംഭവിച്ച ശ്രദ്ധക്കുറവെന്നതായിരുന്നു അവരുടെ ആദ്യ പ്രതികരണം. അതവർ പിന്നീട് ന്യായീകരിക്കാൻ ശ്രമിച്ചില്ല. പക്ഷെ അതായിരുന്നു അവരുടെ ആദ്യ പ്രതികരണം. എന്തായാലും കമ്മീഷണറും ADGPയും മന്ത്രിയും ഒക്കെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഒരു വേദിയാണ് ഇങ്ങനെ താൽക്കാലികമായി ഒരു തട്ടുകെട്ടി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നമ്മൾ ആ സ്റ്റേജിൽ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാണ് കോർപ്പറേഷന്റെയും ഫയർഫോഴ്സിന്റെയും മുൻകൂർ അനുമതിയോടുകൂടിയേ ഏത് തരത്തിലുള്ള താൽക്കാലിക നിർമ്മാണ പ്രവർത്തനവും നടത്താവൂ എന്ന്. അത് വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സൈറ്റ് എഞ്ചിനീയറുടെയും സെക്യൂരിറ്റിയുടെയും നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം എന്നുണ്ട്. സൈറ്റ് എഞ്ചിനീയർ അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടോ, പുള്ളിയുടെ മേൽനോട്ടം അവിടെ ഉണ്ടായിട്ടുണ്ടോ, ഈ പറഞ്ഞ നിർദ്ദേശം പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എല്ലാ അനുമതികളും ലഭ്യമാക്കണം, സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ നടത്തുന്ന സംഘാടകർ ഏർപ്പാക്കണം. ഇതും രേഖാമൂലം ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള നിബന്ധനയാണ്. അപ്പൊ ഇതൊക്കെ അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ്. ഇതൊക്കെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടും അത് ആ പരിപാടി അതുപോലെ അവിടെ നടന്നു. അപകടം ഉണ്ടായതിനു ശേഷം പോലും നടന്നു. ഈ സാഹചര്യം ഇപ്പോൾ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ നേർസാക്ഷ്യത്തിൽ അവരുടെ മുൻപിൽ അവരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് നടക്കുന്നത്. ഒപ്പം GCDAയുടെ ചെയർമാനും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആര് വയലേഷൻ നടത്തി എന്നുള്ളത് ആരാണ് പരിശോധിക്കേണ്ടത്, എങ്ങനെയാണ് വയലേഷൻ തടയേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇത് സംഘാടകർ വീഴ്ച വരുത്തിയെങ്കിൽ ആ വീഴ്ചയ്ക്ക് മൗനാനുവാദം കൊടുത്തത് അത് കൃത്യമായി നിയന്ത്രിക്കേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥരാണ് എന്നത് പറയുന്നത് ആ സാഹചര്യം കൊണ്ടാണ്. അതായത് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റും മൃദംഗ വിഷനും ഇതിൽ വീഴ്ച വരുത്തി. ആ വീഴ്ച പക്ഷെ ഉദ്യോഗസ്ഥർ കണ്ടിരുന്നു, നേരത്തെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലായത്. അതായത് GCDയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഈ സ്റ്റേജ് പണിയുന്നത് കണ്ടു. സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അങ്ങനെ ഒരു തട്ട് കെട്ടിക്കൊണ്ടുള്ള ഒരു പരിപാടി കണ്ടിട്ടില്ല. അവിടെ കൃത്യമായി സ്റ്റേജ് ഉണ്ട്, VIPകൾക്ക് ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്. അതൊക്കെ മറച്ചുകൊണ്ട് 2 തട്ട് കെട്ടി ഇഷ്ടിക വെച്ച് അതിന് മുകളിൽ കമ്പി വെച്ച് 2 തട്ട് കെട്ടി ഒരു സ്റ്റേജ് ഉണ്ടാക്കിയത് ഒന്നാമത്തെ വീഴ്ചയാണ്. അത് എഞ്ചിനീയറിംഗ് വിഭാഗം കണ്ടപ്പോൾ നിലവിളക്ക് കൊളുത്താൻ വേണ്ടി ഏർപ്പെടുത്തിയ ക്രമീകരണമാണെന്ന് സംഘാടകർ പറഞ്ഞപ്പോൾ എങ്കിൽ നിങ്ങൾ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു പോകാൻ എങ്ങനെയാണ് ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കഴിയുക? സാധാരണ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ടെമ്പററി സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം, PPR ലൈസൻസ് വേണം, PWD ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തണം. 2 മീറ്ററിന് മുകളിൽ ഉയരമുള്ള സ്റ്റേജ് ആണെങ്കിൽ ഇതൊന്നും അവിടെ നടന്നില്ല. ഇത് ഉദ്യോഗസ്ഥർ കണ്ടെങ്കിൽ അവർ അത് കാണാത്തതുപോലെ തിരിഞ്ഞു മടങ്ങിപ്പോയി. പിന്നീട് അവിടെ എത്തി പരിശോധന നടത്തിയ GCDയുടെ ചെയർമാൻ ചന്ദ്രൻപിള്ള, കമ്മീഷണർ, ADGP ശ്രീജിത്ത് അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ട് നേരത്തെ ഈ വീഴ്ച ശ്രദ്ധയിൽപ്പെട്ടില്ല? നമ്മൾ അതിനുശേഷം കമ്മീഷണർ ആ സ്റ്റേജിലെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ആ സ്റ്റേജിലേക്ക് കയറിയിരുന്നു, ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ സ്റ്റേജ് അക്ഷരാർത്ഥത്തിൽ നിന്ന് കുലുങ്ങുകയായിരുന്നു. അന്നേരം ഈ അതിഥികളുടെ അത്രയും പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആളുകൾ കയറുമ്പോൾ ഇതിന്റെ ഒരു സുരക്ഷിതമില്ലായ്മ മനസ്സിലാകുന്നില്ലേ എന്നതാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇത്രയും നടന്നുള്ളല്ലോ എന്ന് കരുതാൻ കഴിയുള്ളൂ. ശ്രീമതി ബിജി, ഇവിടെ നോക്കൂ, എങ്ങനെയാണ് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന
ഒരു സ്ഥാപനം ഇത്രയും വിപുലമായ ഒരു പരിപാടി നടത്തുന്നത്? ഇവരെങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത്? നൃത്ത വിദ്യാലയങ്ങളെ ഇവർ ബന്ധപ്പെട്ടു. അങ്ങനെ നൃത്ത വിദ്യാലയങ്ങൾ വഴി നൃത്തം പഠിക്കുന്ന കുട്ടികളിലേക്ക് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇത് നല്ല രീതിയിൽ ലാഭമുണ്ടായ ഒരു ഇവൻ്റാണ്. ഇതിനോടകം തന്നെ നമുക്കത് വ്യക്തമാണ്. ഈ രജിസ്ട്രേഷൻ ഫീസായിട്ടും ടിക്കറ്റായിട്ടും അവർ പണം വാങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നൊക്കെ പറയാൻ കഴിയുന്ന വിധത്തിൽ ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മാത്രം വലിപ്പം ഈ പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടോ? അതാണ് അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറുണ്ടല്ലോ. ഓൺലൈൻ തട്ടിപ്പുകൾ ഇതിൽ പെടുന്നത് ആരും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലല്ലോ. ഇതിൽ പെടുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കുമ്പോഴും കോടിക്കണക്കിന് രൂപയാണ് ഒരു റിട്ടയർഡ് കോളേജ് അധ്യാപികയിൽ നിന്നും ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്തിയത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ അടക്കമുള്ളവർ എന്തുകൊണ്ട് ഇത് അന്വേഷിച്ചില്ല? അത് ഞാൻ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അതായത് ഈ മൃദംഗ വിഷൻ എന്നൊരു പേരെ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടില്ല. മേ ബി അത് ടീച്ചേഴ്സിന്റെ ഇടയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. മൃദംഗനാദം കേരളത്തിന് വേണ്ടി അവതരിപ്പിക്കുന്നു, കുട്ടികൾ പങ്കെടുക്കുന്നു. ഇതിനകത്ത് കലൂർ സ്റ്റേഡിയം അത്രയും വലിയൊരു സ്റ്റേഡിയമാണ്. അപ്പോൾ അവിടെ കുട്ടികളെ ഉൾക്കൊള്ളും. അതിലപ്പുറമായി ചിന്തിക്കുന്ന തരത്തിലേക്ക് ഒരു കോംപ്ലിക്കേഷൻ എനിക്ക് തോന്നിയില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഇവന്റ് നടത്തുന്ന ഒരു കമ്പനി നമ്മൾ ഗൂഗിൾ ചെക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ പ്രൊപ്പറേറ്റർ ആണോ, അത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ, അതൊരു LLP ആണോ, അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ, ഇതിൻ്റെ ആരൊക്കെയാണ് ഇതിൻ്റെ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ അതിലേക്കൊന്നും നമ്മൾ പോയില്ല. കാര്യം ഒരു സിനിമാ താരം അതിൻ്റെ മുന്നിൽ നിൽക്കുന്നു. മാത്രമല്ല അവർ താരത്തിലുപരി നർത്തകിയാണ്. പിന്നെ ഈ അധ്യാപകരോ ഇവരാരും ഒരു സംശയം നമ്മളോട് പറഞ്ഞില്ല. പക്ഷേ GCDA പോലെ ഒരു സ്ഥാപനത്തിൽ ഇപ്പം കൗൺസിലർ ശ്രീമതി ദീപ്തി മാം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് GCDAയുടെ നിയമങ്ങൾ അറിയുന്നത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. GCDAയുടെ എൻജിനീയറിംഗ് സെക്ഷൻ അത് വിലയിരുത്തിക്കൊണ്ട് പോകാൻ എന്തുകൊണ്ടാണ് അവിടെ ഒരു ശരിയായ വിലയിരുത്തൽ വരാതിരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. GCDAയുടെ കടമുറി റെന്റിനെടുത്തവർ ഒരു കുപ്പി വെള്ളം എടുത്താൽ അല്ലെങ്കിൽ അവരുടെ ഒരു പണിയുടെ ഇടയിൽ ഒരു കുപ്പി വെള്ളം എടുത്താൽ വന്ന് നിയമലംഘനത്തിന് നോട്ടീസ് തരുന്നവരാണ് GCDA. അപ്പോൾ ആ കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ നിയമ ലംഘനങ്ങൾ, സംഘാടനത്തിലെ പിഴവുകളെല്ലാം ഉണ്ടെന്ന് കാലത്ത് ബോധ്യപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ആ പരിപാടി അവിടെ നടന്നു? ഒന്ന്, നമ്മളോട് വാങ്ങിയ പൈസയ്ക്ക് കൃത്യമായ ഒരു റെസിപ്റ്റ് ചോദിക്കാൻ പോലും തോന്നിയില്ലേ? ഇപ്പൊ പോലും ഇത്രയും വലിയ ഇത് നടത്തിയിട്ട് പോലും ഏതൊക്കെ രക്ഷിതാവ് മുന്നിലേക്ക് വന്നു ഞങ്ങളോട് ഇത്രയും പണം വാങ്ങി? എന്നോട് വാങ്ങിയത് 3500 ആണ്, 6000 വരെ വാങ്ങിയവരുണ്ട്, അതിലധികം വാങ്ങിയവരുണ്ട്. എന്തുകൊണ്ടാണ് പ്രതികരണശേഷി ഇല്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുന്നത്? ഇപ്പൊ എനിക്ക് തന്നെ എൻ്റെ ചാനലിലുള്ള ഇത് വരുന്നതിൻ്റെ താഴെയൊക്കെ ഇവർ വെറുതെ പറയുന്നതാണ്, ആകെ ഒരു പേരൻ്റ് അല്ലേ മുന്നോട്ട് വന്നിട്ടുള്ളൂ എന്നുള്ള ചർച്ചകൾ പോലും നടക്കുന്നില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംശയത്തിന് അതീതമായി സംശയിക്കേണ്ട രീതിയിലല്ലാതെ ഈ പറയുന്നത് പോലെ ദിവ്യ ഉണ്ണിയുടെ പ്രസൻസ് ഈ കമ്പനി വലിയ വ്യാപകമായി ഇൻസ്റ്റാഗ്രാമിലെല്ലാം അതിൻ്റെ ഇത് ചെയ്യുന്നു. ഈ പറയുന്ന പോലെ അതിൽ ഉള്ള വ്യക്തികൾ ടിക്കറ്റ് വിൽക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഇവിടെയല്ലേ നടന്നത്? നമ്മുടെ കൺമുന്നിൽ നടന്ന നിയമലംഘനങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇതൊരു തട്ടിപ്പാണെന്ന് തോന്നാനുള്ള കാരണം. രക്ഷിതാക്കൾക്ക് അഡ്വക്കേറ്റ് ബൈജു നോയൽ, നിരവധി നിയമങ്ങളുടെ വയലേഷൻ അവിടെ സംഭവിച്ചു. 2 മീറ്ററിന് മുകളിലുള്ള ഒരു സ്റ്റേജ് ആണെങ്കിൽ അവിടെ 1.2 മീറ്റർ ഉയരത്തിലൊരു ബാരിക്കേഡ് വേണം എന്നുള്ളതാണ് ചട്ടം. ഇവിടെ ക്യൂ നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള റിബൺ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. എന്ന് മാത്രമല്ല വളരെ കൺജസ്റ്റഡ് ആയിരുന്നു. ആ സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ അത് കുലുങ്ങുന്നുണ്ടായിരുന്നു. ഇത്ര ഉയരത്തിൽ VVIPകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റേജ് നിർമ്മിക്കുക, അവിടെ പരിപാടി നടത്തുക, മറ്റനേകം വിഷയങ്ങൾ വേറെയുണ്ട്. ഇത് ആരാണ് ഇതിന് പിന്നിൽ, എന്താണ് ഇതിൻ്റെ സാമ്പത്തിക താല്പര്യം തുടങ്ങിയ വേറെ വിഷയങ്ങളും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള സ്റ്റേഡിയം ഒരു ആവശ്യത്തിന് കൊടുത്തു, വാടകയ്ക്ക് ഒരു ദിവസത്തേക്ക് 9 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു, ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ GCDAക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? തീർച്ചയായും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം GCDA ആ ഒരു സ്റ്റേഡിയം അവരുടെ ഉടമസ്ഥതയിലും കൈവശത്തിലുമുള്ളതാണ്. ആ സ്റ്റേഡിയം ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും GCDA തയ്യാറാവേണ്ടതായിരുന്നു. വാസ്തവത്തിൽ അത് തയ്യാറാവാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു അപകടം ഉണ്ടായത്. അതിനുശേഷം നമുക്ക് GCDAക്ക് ഇതിനകത്ത് നിന്ന് കൈയൊഴിയേണ്ട സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നത്. വാസ്തവത്തിൽ GCDA
അവിടെ ഒരു വലിയ ഇവന്റ് നടക്കുന്നു, 12,000 പേരുടെ ഒരു ഇവന്റ് നടക്കുന്നു, VIP ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഇവന്റാണ്. വേണ്ടത്ര അവധാനതയോടുകൂടി അവിടെ എന്താണ് നടക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യേണ്ടതായിരുന്നു വാസ്തവത്തിൽ GCD. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ എഞ്ചിനീയർ, GCD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് രാഷ്ട്രീയ നേതൃത്വമുണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്, അതുപോലെ GCDയുടെ സെക്രട്ടറി ഉണ്ട്. ഇവരൊക്കെ അതിനകത്ത് അംഗങ്ങളാണ്. ഇതിനകത്ത് GCDയുടെ ഉടമസ്ഥതയിലുള്ള ഏതൊരു സ്ഥാപനം ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കുമ്പോഴും അതിനകത്ത് വേണ്ടത്ര ആ പ്രോഗ്രാം തുടങ്ങി അത് അവസാനിക്കുന്നത് വരെ അത് മോണിറ്റർ ചെയ്യേണ്ടതായിരുന്നു വാസ്തവത്തിൽ. അങ്ങനെ ചെയ്തതേയില്ല. അതുകൂടാതെ GCDയെ മാത്രമല്ല, വാസ്തവത്തിൽ കേരള പോലീസിനും അതിനകത്തൊരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷന് അതിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷന്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ അതിനകത്ത് നടന്നിട്ടുള്ള താൽക്കാലികമായ നിർമ്മാണമാണെങ്കിലും ആ നിർമ്മാണം നടക്കുന്ന വേളയിൽ അത് മോണിറ്റർ ചെയ്യുക, അത് മനസ്സിലാക്കി അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനൊക്കെ കോർപ്പറേഷൻ തയ്യാറാകേണ്ടതായിരുന്നു. GCDയെ വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നിബന്ധനകൾ വച്ചു എന്നതല്ലാതെ ആ നിബന്ധനകൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ തയ്യാറായില്ല. നിബന്ധനകൾ വച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു പ്രൈവറ്റായിട്ട് നടത്തുന്ന ഒരു പാർട്ടി അത് പാലിച്ചു കൊള്ളണമെന്നില്ല. അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് GCD ആയിരുന്നു. അത് എന്തു തന്നെയായാലും GCDക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഒരു VIP, ഒരു മന്ത്രി പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അവിടെ ഒരു ബാരിക്കേഡ് ഇല്ല എന്നും അതിനകത്ത് ഒരു റിബൺ മാത്രമേ ഉള്ളൂ എന്നും അത് വേണ്ടത്ര സുരക്ഷിതമല്ല എന്നുമുള്ള ഒരു റിപ്പോർട്ട് നൽകേണ്ടതായിരുന്നു. വാസ്തവത്തിൽ അത്തരം ഒരു റിപ്പോർട്ട് നൽകുന്നതിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനകത്ത് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഒന്നാം പ്രതി ആര് എന്നുള്ളതല്ല, എല്ലാവരും ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വരുന്ന ആളുകളാണ്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള 34 IPC, പഴയ 34 IPC അല്ലെങ്കിൽ BNSന്റെ 345 ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒഫൻസ് തന്നെയാണ്. ഇതിനകത്ത് എല്ലാവർക്കും തുല്യമായ പങ്ക് തന്നെ ഉണ്ട്. എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. കൊച്ചി കോർപ്പറേഷൻ, GCDയെ, അതുപോലെ തന്നെ കേരള പോലീസ്. ഒരു മന്ത്രി പങ്കെടുക്കുന്ന പ്രോഗ്രാമിലെ ഒരു പരിപാടിയിലെ എന്തൊക്കെ പ്രോട്ടോക്കോളുകളാണ് പാലിക്കേണ്ടത് എന്നൊക്കെ നമുക്കറിയാം, നമ്മുടെ പോലീസിനും അറിയാം നന്നായിട്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നേരത്തെ DCP പറഞ്ഞതുപോലെ, കമ്മീഷണർ പറഞ്ഞ പോലെ 43 പോലീസുകാരാണ് വാസ്തവത്തിൽ ഈ 12,000 പേർ നടക്കുന്ന ഇത്രയും വലിയൊരു ഇവന്റിന് അവിടെ നിയോഗിക്കപ്പെട്ടത്. നമുക്കറിയാം ഇതിനകത്ത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അനുച്ഛേദം 19 ക്ലോസ് 1 ക്ലോസ് A പ്രകാരം ആശയ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ആശയ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഇത്രയും ആളുകൾ വന്നു ചേർന്നത്. ഈ വന്നു ചേരുന്ന ആളുകൾ വാസ്തവത്തിൽ നമ്മുടെ അധികാരികളെയൊക്കെ വിശ്വസിച്ചാണ് വാസ്തവത്തിൽ വരുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ വേണ്ടത്ര സുരക്ഷിതത്വത്തിലായിരിക്കും എന്നുള്ള വിശ്വാസമാണ്. നാളെ ഇപ്പോൾ നോക്കൂ അഭിലാഷ്, നാളെ ഇപ്പോൾ കൊച്ചിൻ കാർണിവലിൽ നടക്കുന്നു, എല്ലാ വർഷവും നടക്കുന്നതാണ്. അവിടെയും ആളുകൾ കടന്നു ചെല്ലുന്നത് ഈ അധികാരികൾ നമുക്ക് വേണ്ടുന്ന സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. അത്തരം വിശ്വാസം സംരക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവ് ആണ് എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നാളെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാളെ കൊച്ചിൻ കാർണിവലിൽ കൊച്ചിയിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറാറുണ്ട് വാസ്തവത്തിൽ ഈ ജനുവരി ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഒക്കെ ഭാഗമായിട്ട്. അവിടെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് നമ്മുടെ അധികാരികൾ ഈ ഒരു സാഹചര്യത്തിലെങ്കിലും ഒന്ന് മുൻകൂട്ടി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇനിയും നമ്മളുണ്ട്. നമ്മളെപ്പോഴും അപകടങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ പരിശോധിക്കാറ്. അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് അതിന് വേണ്ടത്ര പ്രിക്കോഷൻസ് എടുക്കാറില്ല. ഇവിടെ വാസ്തവത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് പോലും നമ്മുടെ ഒരു നിയമസഭാ സാമാജികയ്ക്ക് ഒരു അപകടം ഉണ്ടായത് കൊണ്ടാണ്. വാസ്തവത്തിൽ ആ സ്റ്റേജിൽ നിന്ന് ഒരുപക്ഷെ നമ്മുടെ മന്ത്രി ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു, മന്ത്രിയൊക്കെ ആയിരുന്നു ആ സ്റ്റേജിൽ നിന്ന് വീണു പോയിരുന്നത് എങ്കിൽ എന്തൊക്കെ നടപടികൾ ഇതിനകത്ത് തന്നെ എത്രയോ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് തന്നെ വാസ്തവത്തിൽ ഉണ്ടായേക്കാവുന്നതാണ്. ഒരുപക്ഷെ അവിടെ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയോ രക്ഷിതാവോ ആണ് വീണു പോയിരുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മളിത് ചർച്ച പോലും ചെയ്യപ്പെടാതെ പോകുമായിരുന്ന ഒരു വിഷയമാണിത്. വാസ്തവത്തിൽ ഇത്തരം നിയമനിർമ്മാണങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല. കേരള പോലീസ് ആക്ട് ഉണ്ട്, അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ഈ പറയുന്ന പൊതുപരിപാടികൾ നടത്തുന്നതിലുള്ള നിയമമുണ്ട്, തടയിൽ നിയമമുണ്ട്, അതിന്റെ പ്രിക്കോഷൻസ് എടുക്കുന്ന നിയമമുണ്ട്. ആ നിയമങ്ങളുടെ ഒക്കെ ലംഘനമാണ് ഇതിനകത്ത്. ഒരുപാട് നിയമങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇതുപോലെയുള്ള വളരെ ദൗർഭാഗ്യകരമായ കേരളത്തെ ഞെട്ടിച്ച ഒരു അപകടം ഉണ്ടാകുന്നതിന് ഇടയാക്കിയത്. ബിനിൽ, മുൻപ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പല പരിപാടികൾ നടന്നിട്ടുണ്ട്. മതപരമായ കൺവെൻഷൻ തൊട്ട് താരനിശകൾ വരെ നടന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി GCDയെ ഇത് കായിക ആവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കാരണം കേരളത്തിൻ്റെ അഭിമാനമായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അവിടുത്തെ പിച്ച് സംരക്ഷിക്കേണ്ടതുണ്ട്, ഫുട്ബോൾ പിച്ച് സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഇനിയിപ്പോൾ
ഇന്റർനാഷണൽ മത്സരം, കേരളത്തിൽ ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം നടന്നാൽ അത് നടക്കേണ്ടത് ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. ഇപ്പോൾ അർജന്റീന വേൾഡ് കപ്പ് നേടിയിട്ടുള്ള അർജന്റീന കേരളത്തിലേക്ക് വരും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അർജന്റീനയ്ക്ക് കേരളത്തിലൊരു മത്സരം കളിക്കണമെങ്കിൽ സ്വാഭാവികമായി അത് നെഹ്റു സ്റ്റേഡിയത്തിലാണ് കളിക്കാൻ കഴിയുക. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം നമ്മൾ വരാൻ പോകുന്ന വർഷത്തിൽ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ വളരെ കൃത്യമായി സംരക്ഷിക്കേണ്ട ഒരു ഗ്രൗണ്ടിൽ, ഒരു സ്റ്റേഡിയത്തിൽ ഇമാതിരി പരിപാടി, അതും നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം അനുവദിക്കപ്പെട്ടു എന്നുള്ളത് കൗതുകകരമാണ്. ഈ കായികേതര ആവശ്യങ്ങൾക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊടുക്കില്ല എന്ന തീരുമാനം എപ്പോഴാണ് GCDA മാറ്റിയത്? അതിന്റെ കാരണം എന്താണ്? ഈ പരിപാടിയുടെ സംഘാടകർ വന്ന് ചോദിച്ച ഉടനെ 29-ാം തീയതി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് സ്റ്റേഡിയം കൊടുത്തത് എന്തിനാണ്? അഭിലാഷ്, അത് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം കഴിഞ്ഞ കുറച്ചധികം കാലമായി ഈ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം നമ്മൾ കായികേതര ആവശ്യങ്ങൾക്കൊന്നും തന്നെ വിനിയോഗിച്ചിട്ടില്ല. എൻ്റെ ഒരു ഓർമ്മയിലാണ് എങ്കിൽ അവിടെ ഒരു സ്റ്റാർ നൈറ്റ് നടന്നിട്ടുണ്ട്. അതായത് അമ്മയുമായി ചേർന്നിട്ടുള്ള വലിയൊരു താരനിശ നടന്നിട്ടുണ്ട്, ഒരു വിവാഹം നടന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് മറ്റ് ഈ കായിക ഇതര ആവശ്യങ്ങൾക്ക് ആ സ്റ്റേഡിയം ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമുക്ക് നേരത്തെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചുകളൊക്കെ വരുമ്പോൾ ഈ പിച്ച് നശിപ്പിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ വരും. കാരണം അതിനകത്ത് ഈ പന്തലിടുക അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ, സ്റ്റേജ് കെട്ടുന്നതൊക്കെ വന്നു കഴിയുമ്പോൾ ആ പിച്ചിനൊക്കെ തകരാറുകൾ വരുന്നതുകൊണ്ടാണ് കായികേതര ആവശ്യങ്ങൾക്ക് ഈ സ്റ്റേഡിയം നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ഒരിടയ്ക്ക് അവിടെ ഒരു സിനിമാ ചിത്രീകരണം വരെ നടന്നു. അതിൻ്റെ പേരിൽ പോലും ആ നടപടികളിലേക്കൊക്കെ ഇപ്പം തന്നെ പോയതാണ്. അതിനുശേഷമാണ് ഇത് സ്ട്രിക്റ്റായി ഇംപ്ലിമെന്റ് ചെയ്തത്. അതായത് സ്പോർട്സ് ആക്ടിവിറ്റീസിന് അല്ലാതെ മറ്റൊന്നിനും തന്നെ ഈ സ്റ്റേഡിയം നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് സമയമായി GCDAക്ക് മറ്റൊരു ആലോചനയുണ്ടായിരുന്നു. അതായത് വരുമാനം കൂട്ടാൻ വേണ്ടി ഇത് മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ നൽകിയാലോ എന്നൊരു ആലോചനയുണ്ടായിരുന്നു. ഒരിടയ്ക്ക് AR റഹ്മാന്റെ ഒരു ഷോയ്ക്ക് ഈ സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു എന്ന വാർത്തകളും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വന്നിരുന്നു. പക്ഷേ ആ സംഭവങ്ങൾക്കൊക്കെ ശേഷം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒരു കായികേതര പ്രവർത്തനങ്ങൾക്ക് ഈ സ്റ്റേഡിയം തന്നെ വിട്ടു നൽകിയിരിക്കുന്നത്. ആ സ്റ്റേഡിയം വിട്ടു നൽകിയപ്പോൾ നമ്മളൊരു കാര്യം ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അറിയാം. ISL മത്സരങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ആ ഫുട്ബോൾ മത്സരം നടക്കുന്ന കൃത്യമായിട്ടുള്ള ടർഫുണ്ട്, അതായത് ആ മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിങ്ങിനകത്തേക്ക് അധികം നർത്തകിമാരൊന്നും കയറിയിട്ടില്ല എങ്കിൽ പോലും അതിന് ചുറ്റുമുള്ള ഭാഗത്തെല്ലാം തന്നെ ഈ 10-12,000-ഓളം പേർ കൂടി നിൽക്കുന്നതാണ് കണ്ടത്. ശരിയായ രീതിയിൽ ഒരു ടർഫ് പരിപാലിക്കുമ്പോൾ അത്തരത്തിലുള്ള ആൾപ്പെരുമാറ്റങ്ങളൊന്നും നല്ലതല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ മെസ്സിയും സംഘവും ഒക്കെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ ഇരിക്കുകയാണ്. കേരളത്തിൽ കൊണ്ടുവന്നാൽ അവരെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം മാത്രമാണ്. കാരണം ഫിഫ സ്റ്റാൻഡേർഡിൽ ഫിഫ അണ്ടർ-16 വേൾഡ് കപ്പ് അടക്കം നമ്മൾ നടത്തിയിട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ഇത്തരത്തിൽ ഈ കായികേതര പ്രവർത്തനങ്ങൾക്ക് ഈ സ്റ്റേഡിയം വിട്ടു നൽകി ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ വരുമാനം കൂട്ടാൻ വേണ്ടി പല മാർഗങ്ങളും ഒക്കെ സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിലായി പോകുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, ഈ സംഭവങ്ങൾക്കിടയിൽ നമ്മൾ ഈ GCDAയുടെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര അത് ജീർണാവസ്ഥയിലാണ് എന്നത് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ അത് ജീർണാവസ്ഥയിലാണെന്ന് കണ്ടെത്തുമ്പോൾ ഈ നമ്മുടെ GCDAയിലെ ഒരു 10-15ഓളം എഞ്ചിനീയർമാർ ഉൾപ്പെടുന്ന ആ എഞ്ചിനീയറിംഗ് വിഭാഗമല്ല അത് കണ്ടെത്തിയത്. ആ സ്റ്റേഡിയത്തിന് മുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കാൻ വേണ്ടി മറ്റൊരു ഏജൻസിയെ കൊണ്ട് പഠനം നടത്തിച്ചപ്പോൾ അവരാണ് ഇതിന്റെ മേൽക്കൂര ജീർണിച്ചിരിക്കുകയാണെന്ന് കണ്ടെത്തിയത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് 2022 ഓഡിറ്റ് റിപ്പോർട്ടാണ്. അത് ഈ സമീപകാലത്താണ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അത്രയും കാര്യക്ഷമമാണ് നമ്മുടെ GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ഈ സ്റ്റേഡിയത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിൽ നിശ്ചയമായും ശ്രീമതി ദീപ്തി പേര് വർഗീസിന് പ്രതികരണവും ഉണ്ടാവും. അതിനുമുമ്പ് ശ്രീമതി ബിജിക്ക് പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടി ശ്രീമതി ബിജിയിലേക്ക് പോകാൻ. ശ്രീമതി ബിജി, മറ്റു ചില രക്ഷിതാക്കൾ പറഞ്ഞത് കുഞ്ഞുങ്ങളെ ചെറിയ, അതായത് 8-9 വയസ്സൊക്കെയുള്ള കുട്ടികളെ ഈ സ്റ്റേഡിയത്തിലേക്ക് അങ്ങ് കയറ്റി വിട്ട് രക്ഷിതാക്കൾ പുറത്താണല്ലോ. അപ്പോൾ സാധാരണ നിലയിൽ ഉണ്ടാവുന്ന വോളണ്ടിയർ സംവിധാനങ്ങൾ ഇവർ വളരെ സെക്യൂർഡ് ആണ് എന്ന് ഉറപ്പാക്കാനുള്ള പ്രൊഫഷണലായി കണ്ടക്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയുടെ രൂപം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു പരിപാടി ഇത്ര ദയനീയമായ നിലയിലാണോ ഓർഗനൈസ് ചെയ്യേണ്ടത് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഇത്രയും അധികം പണം പിരിച്ച് ഇവരൊരു പരിപാടി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ വളരെ സുരക്ഷിതരായിരിക്കും
എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. എൻ്റെ മകളെ സംബന്ധിച്ച് 18 വയസ്സ് കഴിഞ്ഞ ആളായതുകൊണ്ട് തന്നെ കുറച്ചൊരു സമാശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവരെ ഈ 100 കുട്ടികൾക്ക് ഒരു അധ്യാപികയെ മാത്രമാണ് മോണിറ്റർ ചെയ്യാനായിട്ട് കയറ്റിവിട്ടത്. 100 കുട്ടികളെ കൊണ്ടുപോയ ഒരു അധ്യാപിക മാത്രം. അപ്പോൾ ശരിക്കും വല്ല തിക്കും തിരക്കും ഒക്കെ വരുമോ എന്ന് പോലും നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ MLA-യുടെ വീഴ്ചയെ കഴിഞ്ഞിട്ടുള്ള ഒരു അതീവ ശ്രദ്ധ, ഒരു ഇനിയൊരു വീഴ്ച വരരുതെന്നുള്ളതും കൊണ്ടാവാം കുട്ടികളെയൊക്കെ കുറച്ചൊക്കെ നിരയായി മണിക്കൂറുകൾ എടുത്താണ് അവർ പുറത്തേക്ക് വിട്ടതും. ഈ കുട്ടികൾ 4 മണിക്കൂറാണ് ഈ കുട്ടികൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ പാർക്കിങ്ങിൽ വണ്ടിയിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നത്. അതായത് സ്റ്റേഡിയത്തിനകത്തുള്ള ആ പുൽത്തകിടിയിൽ ഈ കുട്ടികളെ സംഘാടകർ ഇരുത്തിയില്ല. എൻ്റെ മകളെ അടക്കം ഇരുത്താതെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സ്റ്റേഡിയത്തിന് തന്നിരിക്കുന്ന സ്റ്റേഡിയം GCD അനുവദിച്ച സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് കുട്ടികളെ പുറത്താക്കി. കുട്ടികൾ 4 മണിക്കൂറാണ് വിശന്ന് പരവേശപ്പെട്ട് ഒരു പ്രാഥമിക കർമ്മം പോലും നിർവഹിക്കാൻ പറ്റാതെ ബസ്സിൽ വെയിറ്റ് ചെയ്തത്. അപ്പം ഈ സംഘാടനത്തിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലും രക്ഷിതാവ് എന്ന നിലയിലും GCDയുമായിട്ടുള്ള നിയമങ്ങൾ അറിയുന്ന ആൾ, അല്ലെങ്കിൽ ഒരു പരിധിവരെ അറിയുന്ന ആളെന്ന നിലയിലും ഇത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ചെറിയൊരു വീഴ്ചയൊന്നുമല്ല ഈ വന്നിരിക്കുന്നത്. അതിൽ തന്നെ പോലീസ് സംവിധാനങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. കാര്യം 50 പേരാണ്, 1200 കുട്ടികൾ, പിന്നെ അവരുടെ രക്ഷിതാക്കള്, മന്ത്രിമാര്, മറ്റുള്ള ആളുകള്, മാധ്യമപ്രവർത്തകര് എല്ലാം ഉൾക്കൊള്ളുന്ന 50 പേരുടെ പോലീസ് സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല സ്വകാര്യ ഇവന്റ് കമ്പനികൾ ഇപ്പോൾ ISL ഒക്കെ അവിടെ ഈ പറയുന്ന പോലെ ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ നമ്മുടെ കടയുടെ കോറിഡോറിൻ്റെ അവിടെയാണ് അവർക്കുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് പോലീസിനെ വിന്യസിച്ചുകൊണ്ടാണ് ISL പോലുള്ള ഒരു പരിപാടി നടത്തുന്നത്. അതിന് ഡിപ്പാർട്ട്മെന്റിന് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പരിപാടിക്ക് ഒരു പോലീസിന് ഇത്ര എന്നുള്ള നിലയ്ക്ക് പേ ചെയ്താൽ മാത്രമേ ഉള്ളൂ അവരുടെ സംവിധാനങ്ങളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതുപോലുള്ള സ്വകാര്യ ഇവന്റുകൾക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഇവർ അതിനു പോലും ഒരു അനുമതി അല്ലെങ്കിൽ അതുപോലും ചെയ്തിട്ടില്ലെന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ 50 പോലീസുകാരെ കൊണ്ട് അവിടെ എന്താണ് നടക്കുന്നത്? ജനങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തി, സ്വൈര്യവിഹാരം തടസ്സപ്പെടുത്തി. ഇന്നലെ സ്കൂൾ ഇന്ന് തുറക്കുന്നു, എല്ലാവരുടെയും റോഡ് ബ്ലോക്ക് ചെയ്തു. ഇത്രയും വലിയ എല്ലാ തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടക്കുമ്പോൾ പോലും സംഘാടനത്തിൽ പിഴവില്ല എന്നൊരു മന്ത്രി പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളതും വലിയ ചർച്ചയിലേക്ക് വരണം. സംഘാടനത്തിൽ പിഴവില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു പരിപാടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെയും കേരളത്തിൻ്റെയും അഭിമാനമായിട്ടുള്ള ഒരു സംരംഭമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഫിഫ ഇവന്റ് നടന്നിട്ടുണ്ട്, നെഹ്റു കപ്പ് ഫുട്ബോൾ നടന്നിട്ടുണ്ട്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ കരിയറിലെ ഏറ്റവും മികച്ച ബൗളിംഗ് പെർഫോമൻസ് ഓസ്ട്രേലിയക്കെതിരെ 5 വിക്കറ്റ് നേടിയത് 98 ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ അഭേദ്യമായ സ്ഥാനമുള്ള, അഭേദ്യമായി കേരളത്തിന്റെ കായിക ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ തോന്നുന്ന പടി സ്റ്റേജ് കെട്ടി തോന്നിയാസം ചെയ്യാം എന്ന് വരുന്നത് എന്തുകൊണ്ട് എന്നുള്ള പ്രശ്നം. രണ്ടാമത്തേത്, ഈ സ്റ്റേഡിയത്തിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. അതിൽ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് GCDAക്ക് 13 എഞ്ചിനീയർമാരോ 14 എഞ്ചിനീയർമാരോ ഉണ്ട്. അതിൽ തന്നെ ഒരു എഞ്ചിനീയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടാണ്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഗുരുതരമായ വീഴ്ചയുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ, എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ ആശങ്ക രേഖപ്പെടുത്തിയ സാഹചര്യം കൂടിയുണ്ട്. വലിയ ഇവന്റുകൾ, ഒരു പക്ഷേ അർജന്റീനയുടെ ഇവന്റ് അടക്കം നടക്കാൻ പോകുന്ന ഇടമാണ്. അപ്പോൾ എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇങ്ങനെ നടത്തിയാൽ മതിയോ എന്ന ചോദ്യം കൂടി സമൂഹത്തിന് മുമ്പിൽ വരുന്നില്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, ഇതിപ്പോൾ 23/8/24 ശ്രീ നികേഷ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ മൃദംഗ വിഷൻ, ഒരു കത്ത് നൽകുന്നത്. അതായത് ഓഗസ്റ്റ് മാസത്തിൽ നൽകിയ കത്ത്. ഈ പരിപാടി നടക്കുന്നത് ജാനുവരി മാസത്തിലാണ്. ഇത് GCDയിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചുള്ള ഉത്തരവാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഇത്രയും മാസം അതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ആദ്യം സംസാരിച്ച നിയമങ്ങൾ, ആ റൂൾസിലേക്കൊന്നും ഞാൻ ഇനി കടക്കുന്നില്ല. ഈ പാലിക്കപ്പെടാതെ പോയ വേറെ ഒത്തിരി നിബന്ധനകളുണ്ട്. ഇപ്പോൾ ബിജി ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പെൺകുട്ടികൾ, ഡാൻസ് കളിക്കാൻ വന്ന പെൺകുട്ടികൾ 4 മണിക്കൂറോളം അവിടെ ബസ്സിൽ കാത്തിരുന്നു എന്ന് പറഞ്ഞു.
ഇവിടെ വളരെ വിശദമായി പറയുന്നുണ്ട്, പരിപാടിക്കായി ടോയ്ലറ്റ് സംവിധാനം ആവശ്യമെങ്കിൽ ഈ ടോയ്ലറ്റ് സംവിധാനം ആരാണ് ഈ ഇവന്റ് നടത്തുന്നവർ തന്നെ അവിടെ സജ്ജീകരിക്കണം എന്നുള്ള ഒരു നിയമമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമില്ലേ കുട്ടികളുടെ ആരോഗ്യം എന്ന് പറയുന്നത്, ചെറിയ പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അപ്പം അത് അവിടെ ചെയ്തിട്ടില്ല. അതുപോലെയുള്ള നിയമലംഘനങ്ങൾ നിരവധിയായി ഇത്രയും പ്രിപ്പറേഷൻ നടത്തുവാൻ ഇത്രയും നീണ്ട ഒരു കാലയളവ് കിട്ടിയിട്ട് പോലും ഇതൊന്നും തന്നെ ഈ ഇവന്റ് നടത്തിയവരും ചെയ്തിട്ടില്ല. ഇത് മോണിറ്റർ ചെയ്യേണ്ട ഇതിൻ്റെ GCDAയും ചെയ്തിട്ടില്ല. GCDAയുടെ ഏറ്റവും മോണിറ്റർ ചെയ്യേണ്ട ഈ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ അകത്ത് വലിയ വീഴ്ച വരുത്തിയെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അദ്ദേഹം വരുത്തിയ വീഴ്ച അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനീയറിംഗ് ടീം, ഇവിടെ ഒരു AE മാത്രമല്ല ഉള്ളത്, ഒരു AE ഉണ്ട്, AHC ഉണ്ട്, വലിയൊരു എഞ്ചിനീയറിംഗ് ടീം ഒന്നാകെ നിന്നിട്ടാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്ന ഓരോ ഇവൻറ്റുകളും മോണിറ്റർ ചെയ്യേണ്ടതും നിയന്ത്രിക്കേണ്ടതും. അവരുടെ നിയന്ത്രണം ഉണ്ടായില്ല എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പോൾ പോലീസ് സംവിധാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, MLA താഴെ വീണതിന് ശേഷം അത്ര ഗുരുതര അവസ്ഥയിൽ മുഖത്ത് നിന്ന് രക്തം ചിന്നിച്ചിതറി താഴെ വീണതിന് ശേഷവും അവിടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നു. ഒരാളും അറിയുന്നില്ല. അവിടെ നിന്ന 3-4 പേരാണ് MLA വാരി എടുത്തുകൊണ്ട് പോകുന്നത്. അവിടെ ഒരു സ്ട്രെച്ചർ കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവരുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റിബ് പൊട്ടലുണ്ട്, ശ്വാസകോശത്തിൽ മുറിവുണ്ടായി എന്നൊക്കെ പറയുന്നത് അശാസ്ത്രീയമായി അവരെ അവിടെ നിന്ന് എടുക്കേണ്ടി വന്നതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ വന്നത്. എനിക്ക് മുൻപ് സംസാരിച്ച അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ചർച്ച ചെയ്യുമോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിൽ താഴെ വീഴുകയും ഒരു മനുഷ്യൻ അവിടെ തിരിഞ്ഞു നോക്കാനില്ല, ഒരൊറ്റ പോലീസ് അങ്ങോട്ട് ചെന്നില്ല. ഇവരുടെ സെക്യൂരിറ്റി സിസ്റ്റം, അവർ സെക്യൂരിറ്റി സിസ്റ്റം പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അവരാരും അവിടെ ചെന്നില്ല. പോലീസിനെ ഹയർ ചെയ്യണം. ബ്ലാസ്റ്റേഴ്സ് അവിടെ കളി നടത്തുമ്പോൾ പോലീസിനെ ഹയർ ചെയ്യാറുണ്ട്. 100-200 പോലീസുകാരെ അവിടെ ഹയർ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഹയർ ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. ഈ ഇവന്റ് നടത്തിയവർ പറഞ്ഞിരുന്നത് അത്തരത്തിൽ കേരള പോലീസിനെ ഹയർ ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ ഈ ഇത് നടക്കുമ്പോൾ, ഇത്രയും വലിയൊരു സംഭവം അവിടെ നടക്കുമ്പോൾ അവിടെ ഒരു പോലീസുകാർ പോലും ഒരു സഹായത്തിനുണ്ടായിരുന്നില്ല. അവിടെ നിന്ന 4-5 പേരും ഒരു മാധ്യമ പ്രവർത്തകയും കൂടിയാണ് MLA പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. ഒരു മാധ്യമ പ്രവർത്തക അവിടെ നിന്ന് അലറി വിളിക്കുന്നുണ്ട്, ഒരാളും കേൾക്കുന്നില്ല. അവിടുത്തെ ഡാൻസ് ശബ്ദം, പാട്ടിൻ്റെയൊക്കെ ശബ്ദം കാരണം ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ആ മാധ്യമപ്രവർത്തക എന്നോട് പറഞ്ഞത്. അപ്പോൾ കൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റുന്നത് വരെ അത്തരത്തിലുള്ള യാതൊരു അസിസ്റ്റൻസും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇപ്പോൾ പോലീസിനെ ഇപ്പോൾ ഈ ഇവൻറ്റുകാർ ഹയർ ചെയ്തില്ലെങ്കിൽ കൂടി ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ മന്ത്രിമാരും MLAമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സ്റ്റേജിനോടനുബന്ധമായി ADGP ഉൾപ്പെടെ ഉള്ളപ്പോൾ അവിടെ ഒരു പോലീസിൻ്റെ ഒരു വലിയ വിന്യാസം ഉണ്ടാകണ്ടേ? അവിടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു അസിസ്റ്റൻസ് ഉണ്ടാകണ്ടേ? എന്തുകൊണ്ടാണ് അത് നടക്കാത്തത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ വലിയ ഫെയിലിയർ അവിടെ സംഭവിച്ചിരിക്കുന്നു അഭിലാഷ്. ഇത് നിസ്സാര കാര്യമല്ല. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയെ കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇത് നിസ്സാരമായി കാണുകയാണ്. ഇനി ഒരു അപകടം വരണോ? ഇനി ഒരു അപകടം വന്നിട്ട് വേണോ മേൽക്കൂരയുടെ കാര്യങ്ങൾ ചിന്തിക്കാൻ? ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടും അത് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അധികൃതർ ചിന്തിക്കുന്നില്ല. ഇപ്പം അതുപോലെ തന്നെയാണ് കോർപ്പറേഷനിൽ നിന്നുള്ള സാങ്ഷൻ വേണമെന്നുള്ളത്. എന്തുകൊണ്ടാണ് കോർപ്പറേഷനിൽ നിന്നുള്ള ഈ താൽക്കാലിക സ്റ്റേജ് ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പോൾ സാങ്ഷൻ വേണമെന്നുള്ള നിയമം ലംഘിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് അത് സൈറ്റ് എഞ്ചിനീയർ മോണിറ്റർ ചെയ്യാതിരുന്നത്? ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആ അനുമതി തങ്ങളുടെ കയ്യിലേക്ക് കിട്ടണം, GCDAയുടെ കയ്യിൽ കിട്ടണം. അപ്പോൾ ആ അനുമതി കിട്ടാതെയാണ്, ആ അനുമതി വാങ്ങിച്ചു നോക്കാതെയാണ് ഈ താൽക്കാലിക സ്റ്റേജ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രശ്നമുണ്ട് എന്ന് സൈറ്റ് എഞ്ചിനീയർ മനസ്സിലാക്കിയിരിക്കുന്നു. എന്നിട്ടും അത് തുടരാൻ അനുവദിക്കുകയാണ്. ഇത് ഏറ്റവും ഗുരുതര അവസ്ഥയാണ്. ഒട്ടും നിസ്സാരമായി വയലേഷൻസിന്റെ നിയമലംഘനങ്ങളുടെ ഒരു പരമ്പര അവിടെ നടന്നിട്ടുണ്ട്. ഒപ്പം റിയ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഈ അപകടം ഉണ്ടായതിന് ശേഷം എന്തു സംഭവിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ ഒരു വലിയ ഇവന്റ് നടക്കുമ്പോൾ, 10,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഇവന്റ് നടക്കുമ്പോൾ അവിടുത്തെ മെഡിക്കൽ എമർജൻസി നേരിടാനുള്ള പ്രിപ്പയർനെസ് സ്വാഭാവികമായും ഉണ്ടാവേണ്ടതാണ്. അവിടെ ഡോക്ടർ, നഴ്സ്, ആംബുലൻസ് സംവിധാനങ്ങൾ, സ്ട്രെച്ചർ, ഇതൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഒരാൾ ഇങ്ങനെ ഒരു അപകടം പറ്റിയാൽ ഉടനെ വാരിയെടുത്തുകൊണ്ട് പോവുകയല്ല വേണ്ടത്.
നട്ടലിന് ക്ഷതം ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടമാണ്. അപ്പോൾ അതിൽ സ്ട്രെച്ചർ യൂസ് ചെയ്ത് പ്രോപ്പറായ വിധത്തിലാണ് അവരെ വാഹനത്തിലേക്കും പിന്നീട് ആശുപത്രിയിലേക്കും കൊണ്ടുപോകേണ്ടതെന്ന് മെഡിക്കൽ എക്സ്പേർട്സ് പറയുന്നു. ഇവിടെ ഉമാ തോമസിനെ കൊണ്ടുപോയ രീതിയിൽ അവരുടെ കണ്ടീഷൻ മോശമാവുന്ന വിധത്തിൽ ആത്മാർത്ഥത കൊണ്ട് ചെയ്തതാണ്, പക്ഷേ അതല്ല ശരിയായ രീതി എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഇവന്റിൽ ഒരു 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 ഇവൻച്വാലിറ്റി ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പ്, ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പാണ്. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം. രണ്ട്, ഈ VVIPകൾ പ്രത്യേകിച്ച് പോലീസ് കമ്മീഷണറും മന്ത്രിയും അതുപോലെ തന്നെ ADGPയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഇവന്റിൽ ഒരു പ്രയർ ചെക്കിംഗ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് പരിശോധിക്കാറുണ്ട്. അത് ഇവിടെ ഉണ്ടായിട്ടില്ലേ? ഒന്നാമത്തെ ചോദ്യം, അവിടെ ഒരു മെഡിക്കൽ എമർജൻസി നേരിടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 ആംബുലൻസുകൾ സംഘാടകർ ഏർപ്പെടുത്തിയിരുന്നു. അത് സ്റ്റേജിന്റെ പിൻഭാഗത്ത്, അതായത് ഒരു എമർജൻസി വന്നാൽ അതിവേഗത്തിൽ പുറത്തേക്ക് വരാൻ കഴിയാത്ത തരത്തിലാണ് ആംബുലൻസുകൾ സജ്ജീകരിച്ചത്. അതാണ് അവിടെ സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച. ഈ സ്റ്റേജിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പ്രധാന എൻട്രൻസ് ആണ്. അവിടെയാണ് മന്ത്രി ഉണ്ടായിരുന്നത്, MLA ഉണ്ടായിരുന്നത്, പിന്നീട് ഹൈബിയുടെ MP ഉണ്ടായിരുന്നത്, കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് MLA താഴേക്ക് വീണത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത്, പ്രധാന എൻട്രൻസിന് മുമ്പിൽ. അവിടെ നിന്ന് MLA വീണ് കിടന്നപ്പോൾ അവിടെ ഓടിക്കൂടിയത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരാണ്. അവിടെ കൂട്ടം കൂടി നിന്ന് വോളണ്ടിയേഴ്സാണ്. അതായത് ഇങ്ങനൊരു കാഷ്വാലിറ്റീനെ ഒരു തരത്തിലും നേരിട്ടില്ലാത്ത മനുഷ്യരാണ് അവിടെ ഓടിക്കൂടുകയും പകച്ചു നിന്ന്, അതായത് ഒരാൾ പോലും ഒരു എമർജൻസി സാഹചര്യം ഉണ്ടായപ്പോൾ കൃത്യമായി ട്രെയിനിങ് കിട്ടിയ ആളുകൾ അവിടേക്ക് ഓടിയെത്തിയില്ല. സംഘാടകർ അങ്ങനെ ഓടിയെത്തണമെന്നൊരു അറിയിപ്പ് അവരുടെ കൺമുമ്പിൽ നടന്ന അപകടത്തിന്റെ സമയത്ത് സെക്കൻഡുകൾ കൊണ്ട് നൽകേണ്ട അറിയിപ്പാണ്. മൈക്കുണ്ട് അവിടെ അപ്പോഴും അനൗൺസ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ മൈക്ക് കൊണ്ട് ഒരു അനൗൺസ്മെന്റ് നടത്താം. അവർക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതല്ലേ? ആംബുലൻസും ഡോക്ടർമാരും വിരൽത്തുമ്പിൽ ലഭിക്കേണ്ട സംവിധാനമല്ലേ? അത് അവിടെ ഉണ്ടായില്ല. ആളുകൾ അതുകൊണ്ടാണ് ഒരു 1-2 മിനിറ്റ് ആളുകൾ പകച്ചു നിൽക്കുന്നുണ്ട്. പിന്നീട് ആളുകൾ ഇവരെ പൊക്കിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ആ സമയത്ത് പോലും ഇവർക്കൊരു ആംബുലൻസിനെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കൃത്യസമയത്ത് മറ്റൊരു ആംബുലൻസ് അവിടെ വന്നപ്പോൾ അതിലേക്കാണ് ആളുകൾ MLA കൊണ്ടുപോകുന്നത്. അത് അതിൻ്റെ ഒരു വലിയ വീഴ്ചയെ തന്നെ എടുത്തു പറയണം. ഈ കൊണ്ടുപോകുന്ന വഴിയിൽ നേരത്തെ ശ്രീമതി ദീപ്തി മേരി വർഗീസ് സൂചിപ്പിച്ചതുപോലെ MLA ഒരിക്കൽ കൂടി ആ റോഡരികിൽ അവർ കിടത്തുന്നുണ്ട്. കാരണം അത്രയും നേരം ആളുകൾക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. എത്ര വലിയ ഗുരുതരമായ വീഴ്ചയാണ് ഇത്രയും ഒരു എമർജൻസി സംഭവിച്ച ആളെ കൊണ്ടുപോകുന്നതിലുണ്ടായത്. അവരുടെ ആരോഗ്യനില കൂടുതൽ വഷളാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നതാണ്. മാധ്യമ പ്രവർത്തകരടക്കം നിലവിളിച്ചുകൊണ്ട് അവരെ ആ പുറത്തു കൊണ്ടുപോയി കിടത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പൊക്കിയെടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുന്നു. ആംബുലൻസിൽ കയറ്റുമ്പോഴും ഇത് പരിചയമില്ലാത്ത മനുഷ്യരാണ്. അവർ ഒന്നിലധികം ആളുകൾ ആംബുലൻസിൽ തന്നെ മിനിറ്റുകൾ നിൽക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരു മാധ്യമ പ്രവർത്തകരാണ് അലറി വിളിക്കുന്നത്. അതിൽ ശബ്ദമുണ്ട്, ആളുകൾ ഇറങ്ങൂ, MLA കയറ്റിവിടുന്നത്. എന്തുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആംബുലൻസിനടുത്തേക്ക് വേഗം എത്തി അവർക്ക് വഴി കൊടുത്തില്ല? ഇവർ പറഞ്ഞ മെഡിക്കൽ സംവിധാനം ഉണ്ടെങ്കിൽ, വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി മാനേജ് ചെയ്യേണ്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? അവരെന്തുകൊണ്ട് ഓടിയെത്തി ആംബുലൻസിന് വഴി കൊടുത്തില്ല? അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉച്ചത്തിൽ നിലവിളിച്ചും ബഹളം ഉണ്ടാക്കിയും MLA വാരിയെടുത്ത് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി. അത് അശാസ്ത്രീയമാണ്, അത് പറ്റാത്തതാണ്. പക്ഷേ ജീവൻ രക്ഷിക്കുക എന്നൊരു ചിന്തയുടെ പുറത്ത് മറ്റൊരു സംവിധാനം അവിടെ ഇല്ലാത്തത് കൊണ്ട് ആളുകൾ ചെയ്തതാണ്. അത് വലിയ വീഴ്ചയാണ്. 2 ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. അത് പ്രധാന എൻട്രൻസിന്റെ പരിസരത്തെ ആയിരുന്നില്ല, അത് ബാരിക്കേഡ് വെച്ച് അടച്ചിരുന്നു എന്നുള്ളത് അത് വലിയ വീഴ്ചയാണ്. MLAയുടെ അത്രയും ആരോഗ്യനില, ശ്വാസകോശത്തിലടക്കം രക്തം കയറിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് ഇത്രയും ഗൗരവ തരത്തിലേക്ക് എത്തിച്ചത് ഈ പൊക്കിയെടുത്ത് വീണ്ടും കിടത്തി പൊക്കിയെടുത്ത് ആംബുലൻസിൽ കയറ്റിയപ്പോഴുണ്ടായ സാഹചര്യമായിരുന്നിരിക്കാം. അതൊന്നാമത്തെ വീഴ്ച. 2, ഈ പ്രധാനപ്പെട്ട അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പലരും കരുതിയിരുന്നത് ഈ മന്ത്രി അടക്കമുള്ളവർ VIP ഏരിയയിലേക്ക് ആദ്യം പോകുമായിരുന്നു എന്നൊരു സംശയം അവിടെ പലരും പങ്കുവെച്ചിരുന്നു. പക്ഷേ ഇത് കൃത്യമായി മന്ത്രിയെ VIP ഏരിയയിലൂടെ കടത്തിക്കൊണ്ടു വന്നു. GCDA ചെയർമാനെ അതിലൂടെ ഇപ്പുറത്തൂടെ വന്നു. ഉമാ തോമസ് വന്നപ്പോൾ കൃത്യമായി ഗൈഡ് ചെയ്യാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. പടികൾ കയറി വളരെ പ്രയാസപ്പെട്ടാണ് അവർ കയറിപ്പോയത്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടതല്ലേ? അങ്ങനെ 14 അടി ഉയരത്തിലുള്ള ഒരു സ്റ്റേജിലേക്ക് അങ്ങനെ കയറിപ്പോകാൻ പറ്റുന്നതാണോ? മാത്രമല്ല ഇങ്ങനെ ഇത്രയും പ്രധാന ആളുകൾ ഉള്ള സ്റ്റേജിന്റെ പരിസരത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, MLA താഴെ വീണപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രധാന സ്ഥലത്ത് പോലും വീഴ്ച സംഭവിച്ചതാണ് ഉയർന്ന ചോദ്യം. അതുകൊണ്ട് സംഘാടകർക്ക് ഇതൊരു താൽക്കാലിക ഒരു പെട്ടെന്നുണ്ടായ അപകടം എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റില്ല. പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഗുരുതരമായ, അതീവ ഗുരുതരമായ പിഴവാണ് ഇന്നലെ എറണാകുളത്തുണ്ടായത് എന്നുള്ളത് ഈ അന്വേഷണങ്ങളിൽ നിന്ന് തന്നെ, ഈ വെളിപ്പെടുത്തലുകളിൽ നിന്ന് തന്നെ ശ്രീ അഡ്വക്കേറ്റ് ബിജു നോയൽ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ എറണാകുളത്ത് കുസാറ്റിൽ ഒരു വലിയ ദുരന്തം കണ്ടത്.
അവിടെ ഒരു ഗാനമേള പരിപാടിക്കിടെ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൽ 4-5 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കണ്ടു. ഇതിപ്പോൾ ഒരു MLA നാളെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പുതുവർഷാഘോഷം നടക്കാൻ പോവുകയാണ് മട്ടാഞ്ചേരിയിൽ. ഈ അപകടങ്ങൾ ഒക്കെ ഉണ്ടായതിനു ശേഷം ഈ അടുത്ത ഒരു ഇവന്റ് വരുമ്പോൾ ആ അപകടങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ മുൻകരുതലുകൾ എടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു അപകടം പാഠമാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അതാണ് നേരത്തെ അഭിലാഷ് പറഞ്ഞത്. ജനങ്ങൾ പൊതുവെ നമ്മുടെ അധികാരികളെയൊക്കെ വിശ്വസിച്ചാണ് ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ വേണ്ടത്ര സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ഇവിടെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നതിന് അനുമതി നൽകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാന്യമായ രീതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാ പ്രോഗ്രാമുകളും നടന്നുകൊള്ളണമെന്നില്ല, പക്ഷെ നമുക്കതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പോൾ GCDയെ തന്നെ നോക്കൂ. അവർ നേരത്തെ പറഞ്ഞതുപോലെ അവർ കാശുണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ സ്റ്റേഡിയമൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നു. കാശ് വാങ്ങി അവരുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം അവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇത്തരം പൊതു ഇടങ്ങളിൽ, സ്വകാര്യ ഇടമല്ല ഇത്, ഒരു പൊതു ഇടങ്ങളിൽ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അതിനുള്ള ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല. വാസ്തവത്തിൽ അത് മോണിറ്റർ ചെയ്യപ്പെടേണ്ടതാണ്. ആ പ്രോഗ്രാം കഴിഞ്ഞ് തുടങ്ങി അവസാനിക്കുന്നത് വരെ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ക്രൈറ്റീരിയക്ക് വിരുദ്ധമായി ഈ പറയുന്ന ഏജൻസികൾ അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളൊക്കെ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിരുന്നു. അത് പരിശോധിക്കാത്തതിന്റെ ഫലമാണ് വാസ്തവത്തിൽ ഇന്നലെ ഉണ്ടായ ദുരന്തം. അത് പരിശോധിക്കാൻ ഇനിയും വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠം പഠിക്കാൻ വാസ്തവത്തിൽ തയ്യാറാകാറില്ല. ഇവിടെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ ഇത്രയേറെ പോലീസിന് അവരുടെ മാൻ പവർ കൊടുക്കുന്നതിന് ഇത്തരം ഏജൻസികളിൽ നിന്ന് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ഏകദേശം 6 കോടി രൂപ ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എത്ര പോലീസിനെ അവിടെ വിന്യസിക്കാൻ വേണ്ടിയുള്ള പൈസയാണ് പോലീസ് വാങ്ങിച്ചത് എന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്നിട്ട് ഈ പോലീസ് അവിടെ അതിനുള്ള മാൻ പവർ അവിടെ വിന്യസിച്ചിട്ടില്ല എങ്കിൽ ആണ് അത് പരിശോധിച്ച് അതിൻ്റെ അകത്ത് കുറ്റക്കാരുണ്ടെങ്കിൽ അവർ കൂടി ഈ കേസിന്റെ പരിധിയിൽ വരേണ്ടതാണ് വാസ്തവത്തിൽ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ 43 നേരത്തെ കമ്മീഷണർ പോലീസ് പറഞ്ഞതാണ് 43 പേരാണ് അവിടെ കുറച്ച് ഉദ്യോഗസ്ഥ ഹയർ ഓഫീഷ്യൽസുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത്രയും ആളുകൾ, അതാണ് നേരത്തെ റിയ പറഞ്ഞതുപോലെ അശാസ്ത്രീയമായിട്ടാണ് വാസ്തവത്തിൽ വീണ MLA അവിടെ നിന്ന് കൊണ്ടുപോയത്. ശാസ്ത്രീയമായി പരിശീലനം ലഭിച്ച പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പറയുന്ന ആംബുലൻസ് പരാജയപ്പെട്ടു പോയ അത്രയധികം വീഴ്ചകൾ വന്ന ഒരു ഇവന്റ് ആയിട്ടേ കൊച്ചിയിൽ ഇന്നത്തെ സംഭവത്തെ കാണാൻ കഴിയുകയുള്ളൂ. എന്തായാലും MLA വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം, പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഈ മൊമെന്റിൽ പറയാനുള്ളൂ. വളരെ നന്ദി. എന്റെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.